റാന്നി ഗ്രാമപഞ്ചായത്തിന്റെ ചുവരുകളിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് റൂട്രോണിക്സിലെ വിദ്യാർത്ഥികൾ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചിത്രരചന. വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റൂട്രോണിക്സിന്റെ റാന്നി സെന്ററിലെ വിദ്യാർത്ഥികളാണ് പൊതുവിടത്തെ കളർഫുൾ ആക്കിയത്. ഈ റിപ്പോർട്ടോടുകൂടി ഉദയ മലയാളം അവസാനിക്കുകയാണ്. നമസ്കാരം. പ്രളയകാലത്ത് മുങ്ങിയതാണ് ഈ കെട്ടിടം. വെള്ളം ഇറങ്ങിയതോടൊപ്പം കെട്ടിടത്തിന്റെ ഭംഗിയും ഒലിച്ചുപോയി. ദ്രവിച്ച ചുവരുകളും അടർന്നു വീഴുന്ന നിറങ്ങളും ബാക്കിയായി. എന്നാൽ ഇന്നതല്ല സാഹചര്യം. നിറം മങ്ങിയ റാന്നി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം കളർഫുൾ ആക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. നവകേരളത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ഇവരുടെ ചിത്രരചന. റാന്നി റൂട്രോണിക്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നേരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും ഇവർ ചിത്രരചന നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് പഞ്ചായത്ത് ഓഫീസിലെയും കലാസൃഷ്ടി. ഞങ്ങൾക്ക് മൂന്നാമത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പഠിക്കാൻ വന്ന ടൈമിലാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റാൻഡിലെ വീട്ടി ഷീട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടി. ഇതുപോലെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കാൻ കിട്ടി. അത് ഞങ്ങൾ നല്ലപോലെ വരച്ചു. പിന്നെ അതിനപ്പുറം ഈ MS അപ്പുറത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ ഇതുപോലെ LP സ്കൂളായിരുന്നു. ആ സ്കൂളിലെ ഇതുപോലെ ഇപ്പോൾ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇവിടെ പഞ്ചായത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സാറുമാരെന്ന് പറഞ്ഞു നിങ്ങൾ വരയ്ക്കാൻ പറ്റുമോ ചോദിച്ചു. നമ്മൾ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് കണ്ടു. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു. ഇതുപോലെ ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചേക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ രീതിക്കുള്ള കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ എല്ലാവരും കൂടി ചിത്രങ്ങളെല്ലാം വരച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തിൽ മികച്ച നേട്ടമാണ് പഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ളത്. റാന്നിയെ ശുചിത്വ പഞ്ചായത്തായും പ്രഖ്യാപിച്ചു. ഇതോടെയാണ് കെട്ടിടം മോടി പിടിപ്പിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ചുരുങ്ങിയ സാമ്പത്തിക ചെലവിലാണ് ചിത്രരചന. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് റൂട്രോണിക്സിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർക്കാരിൻ്റെ ഒരു സർക്കാർ സ്ഥാപനം കൂടിയാണ്. അവരുടെ അകമഴിഞ്ഞ സഹായമാണ്. ഇന്നെന്നല്ല, ഒരു വർഷക്കാലമായി ക്ലീൻ റാന്നി ഗ്രീൻ റാന്നി എന്നൊരു പദ്ധതിയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പുകളുണ്ട്, അതെല്ലാം റൂട്രോണിക്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ കുതിമൂട് മുതൽ റാന്നി ടൗൺ വരെയുള്ള പ്രദേശങ്ങൾ എല്ലാ മാസവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെ ഒട്ടനവധി വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളുടെ കാഴ്ചവെക്കുന്നത്. അകമഴിഞ്ഞ സഹായം ഈ റൂട്രോണിക്സ് എന്ന സ്ഥാപനം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കുറഞ്ഞ ചിലവിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥാപനം കൂടിയാണ് റൂട്രോണിക്സ്. കലാസൃഷ്ടികൾ അംഗീകരിക്കപ്പെടുന്നതിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സന്തോഷം ഏറെയാണ്. ഒരു കാലത്ത് നിറം മങ്ങിയ കാഴ്ചകൾക്ക് വീണ്ടും നിറം പകരുകയാണ് ഇവർ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.